Students, next topic is linked list. This is module 3 topics. എന്താണ് linked list? So linked list is basically a data structure which is linear like this array. Linear ആയിട്ടുള്ള data structure ആണ് linked list. Elements are not stored in a continuous location, but when compared to array നെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ലിങ്ക് ലിസ്റ്റിൽ എലമെന്റ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് ലൊക്കേഷനില്ല. അറേ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടാണ് മെസ്സേജസ് സ്റ്റോർ ചെയ്യാം. പക്ഷെ ലിങ്ക് ലിസ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ടല്ല, എവിടെയാണോ മെമ്മറി അവൈലബിൾ ആയിരിക്കുന്നത് അവിടേക്കൊക്കെയാണ് നമുക്ക് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാം. ഓരോ സ്റ്റോറിംഗ് ലൊക്കേഷനിലേക്കും ഒരു പോയിന്റ് ചെയ്യുന്നതായിരിക്കും. തൊട്ട് മുന്നത്തെ ലിങ്ക് നോഡിൽ നിന്ന് ഒരു പോയിന്റർ അടുത്ത ലൊക്കേഷനിൽ പോയിന്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് അതിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നത്. ആൻഡ് അനദർ പോയിന്റ് ഈസ് ഇറ്റ് ഈസ് എ ഡൈനാമിക് ഡാറ്റാ സ്ട്രക്ചർ. ഡൈനാമിക് ഡാറ്റാ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൺ ടൈമിൽ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന രീതിയിലുള്ള ഡാറ്റാ സ്ട്രക്ചേഴ്സിനെയാണ് ഡൈനാമിക് ഡാറ്റാ സ്ട്രക്ചർ എന്ന്. ഫോർ എക്സാമ്പിൾ അറേ എന്ന് പറയുന്ന ഒരു ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ അല്ല, ദറ്റ് ഈസ് എ സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അറേക്ക് ആവശ്യമായിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ ഓൾറെഡി ഡിഫൈൻ ചെയ്യാറുണ്ട്. പക്ഷെ ലിങ്ക് ലിസ്റ്റിന് നമ്മൾ അങ്ങനെ ഒരു മെമ്മറി ലൊക്കേഷൻ ഓൾറെഡി ഡിഫൈൻ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഡൈനാമിക് എന്ന് പറയുന്നത്. പ്രോഗ്രാം ടൈമിൽ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് ചെയ്യുന്നതിനാണ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഈ ലിങ്ക് ലിസ്റ്റിലെ ഓരോ പോയിന്റും ദാറ്റ്സ് കോൾഡ് നോഡ്. സോ ലിങ്ക് ലിസ്റ്റ് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് നോഡ്. ഒരു നോഡിന് ദർ ആർ ടു പാർട്സ്. ഫസ്റ്റ് ഈസ് ഡാറ്റ പാർട്ട് ആൻഡ് ദ സെക്കൻഡ് ഈസ് ലിങ്ക് പാർട്ട്. ഒരു നോഡിന് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്ന രണ്ട് ഭാഗങ്ങളായിട്ടാണ്. അതിൽ ഒരു ഭാഗത്ത് വി വിൽ സ്റ്റോർ ദ ഡാറ്റാസ്. ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിനാണ് ഒരു പാർട്ട്. മറ്റേ പാർട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ പോയിന്റർ വിച്ച് പോയിന്റ്സ് ടു അനദർ നോഡ്. ഇനി നെക്സ്റ്റ് വരുന്ന നോഡിനെ പോയിന്റ് ചെയ്യുന്ന പോയിന്റർ ആണ് രണ്ടാമത്തെ പാർട്ട്. പോയിന്റർ എന്ന് പറയുമ്പോൾ വി നോ ദാറ്റ് ഇറ്റ്സ് എ വാരിയബിൾ ദാറ്റ് കീപ് അഡ്രസ്. ഒരു മെമ്മറി അഡ്രസ് കീപ്പ് ചെയ്തിരിക്കുന്ന വാരിയബിൾസിനെയാണ് പോയിന്റേഴ്സ് നമുക്കറിയാം. സോ ഒരു നോഡിന് രണ്ട് ഭാഗമാണ്, ഒരു ഡാറ്റ പാർട്ടും ഒരു പോയിന്റർ പാർട്ടും. പോയിന്ററിൽ നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ്സിനെ പോയിന്റ് ചെയ്യും, ഡാറ്റയിൽ ആ നോഡിനുള്ള വാല്യൂ കീപ്പ് ചെയ്യും. ഓക്കെ, each node has two parts, data and link. Link points to the address of the next node. Always next node ന്റെ അഡ്രസ്സിലാണ് ലിങ്ക് പോയിന്റ് ചെയ്തിരിക്കുക, ദാറ്റ് ഈസ് എ പോയിന്റർ. ഇനി നമുക്ക് അറേ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലിങ്ക് ലിസ്റ്റിന്റെ അഡ്വാൻറ്റേജസ് എന്താന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് എ ഡൈനാമിക് ഇൻ സൈസ്. നമുക്കതിന്റെ സൈസ് ഡൈനാമിക് ആയിട്ട് അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. സാധാരണ ഒരു അറേ ആണെങ്കിൽ നമ്മുടെ റിക്വയർമെന്റ് നമുക്ക് എത്രയാണെന്ന് അറിയാത്തതുകൊണ്ട് നമ്മളൊരു മാക്സിമം ഒരു അവൈലബിൾ ആയിട്ടുള്ള ഒരു, ഫോർ എക്സാമ്പിൾ എയ്സ് 100, എയ്സ് 10, അങ്ങനെ നമ്മുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ കുറച്ച് തോനെ മെമ്മറി അലോക്കേറ്റ് ചെയ്യും. മെജോറിറ്റി ഓഫ് ദ ടൈം അത്ര മെമ്മറി നമ്മൾ ആ ഒരു സമയത്ത് യൂസ് ചെയ്യണമെന്നില്ല. റെസ്റ്റ് ഓഫ് ദ മെമ്മറി ഫ്രീ വേസ്റ്റ് ആയിരിക്കും. പക്ഷെ ലിങ്ക് ലിസ്റ്റിന്റെ കേസിൽ അങ്ങനെ ഒരു വേസ്റ്റേജ് വരുന്നില്ല. ഡൈനാമിക് ആയിട്ടാണ് നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. സോ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു റൺ ടൈമിൽ ആ മെമ്മറി അലോക്കേറ്റ് ചെയ്യും. സോ ദറ്റ് ഈസ് വൺ അഡ്വാൻറ്റേജ്. അനദർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ ഇൻസേർട്ട് ആൻഡ് ഡിലീറ്റ് ഈസിലി. പെട്ടെന്ന് നമുക്ക് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. ദാറ്റ് ഈസ് അനദർ അഡ്വാൻറ്റേജ്. ഇനി എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ് എന്ന് നോക്കാം. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ വി കനോട്ട് ഡു ദ റാൻഡം ആക്സസ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിലല്ല സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ നമുക്കതിൻ്റെ ഇടയിൽ നിന്ന് ഒരു എലമെന്റിനെ ഓടിപ്പോയിട്ട് അങ്ങ് എടുക്കാൻ കഴിയില്ല. കാരണം അതിനൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ട്രാക്കിംഗ് സിസ്റ്റം ഇല്ല. ഒരു നോഡ് പോയാൽ വിസിറ്റ് ചെയ്താൽ മാത്രമേ അടുത്ത നോഡിലെ അഡ്രസ്സ് കിട്ടുള്ളൂ. സോ 1 by 1 വിസിറ്റ് ചെയ്താൽ മാത്രമാണ് എവിടെയാണ് ഒരു നോഡ് എന്ന് ഒരു എലമെന്റ് എന്ന് കിട്ടുള്ളൂ. സോ റാൻഡം ആയിട്ട് അങ്ങ് ഓടിപ്പോയിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അറേ ആകുമ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ ഇൻഡെക്സ് A5 എന്ന് പറയുന്ന ഇൻഡെക്സിലെ എലമെന്റ് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് 5 ഈസ് സംടൈംസ് മിഡിൽ ഇൻ ബിറ്റ്വീൻ ദ എലമെന്റ്, ബട്ട് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ ലിങ്ക് ലിസ്റ്റിന് അങ്ങനെ റാൻഡം ആക്സസ് പോസിബിൾ അല്ല, ബിക്കോസ് ഇറ്റ്സ് നോട്ട് സ്റ്റോർഡ് കണ്ടിന്യൂസ് ലൊക്കേഷൻ. പിന്നെ ഒരുപാട് എക്സ്ട്രാ മെമ്മറി വേസ്റ്റേജ് ഉണ്ട്. കാരണം അതിന്റെ ഓരോ ഡാറ്റയുടെ കൂടിയും ഓരോ പോയിന്റേഴ്സിനും കൂടി സേവ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അറയിലാകുമ്പോൾ ഒരു ഡാറ്റ മാത്രമേ സ്റ്റോർ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. പക്ഷേ ലിങ്ക് ലിസ്റ്റിൽ വി ഹാവ് ടു ക്യാരി ദ പോയിന്റേഴ്സ് വിത്ത് ദാറ്റ്.
നെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഒരു നോഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എങ്ങനെയാണ് നോഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. സോ നമ്മൾ ഇവിടെ നോഡ് റെപ്രസെൻറ്റേഷനിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കൺസെപ്റ്റ് സ്ട്രക്ചറാണ്. സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് നോഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്പ് ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യുമ്പോൾ ഒരുമിച്ച് ബൈൻഡ് ചെയ്യാൻ നമ്മൾ സ്ട്രക്ചറാണ് യൂസ് ചെയ്യുക. ഒരേ സെയിം ടൈപ്പ് ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്പ് ഡാറ്റ ടൈപ്സ് ഡാറ്റ കമ്പൈൻ ചെയ്യാനാണെങ്കിൽ വി നീഡ് എ സ്ട്രക്ചർ. സോ ഇവിടെ 2 പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതിലുള്ള ഡാറ്റ ടൈപ്സ് ഈസ് ഡിഫറെൻറ്റ്. വൺ ഈസ് that is for data, that may be integer, float, character, etc. And another is not a data, it's a pointer. വേറൊരു നോഡിനെ പോയിന്റ് ചെയ്യുന്ന ഒരു പോയിന്റർ ആണ്. സോ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഡാറ്റ ആയതുകൊണ്ട് നമ്മളൊരു സ്ട്രക്ചർ കൺസെപ്റ്റ് യൂസ് ചെയ്തു. സോ സ്ട്രക്ചറിന്റെ സിൻടാക്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ഫസ്റ്റ് ദ കീവേഡ് ഈസ് സ്ട്രക്ട്. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സ്ട്രക്ചറിന്റെ നെയിം, നമ്മൾ ചെയ്യുന്ന നെയിം. സോ ഹിയർ ഐ നെയിം നോഡ്. സോ നോഡ് എന്നുള്ള നെയിം വെച്ചിട്ടാണ് ഇവിടെ സ്ട്രക്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ സ്ട്രക്ട് നോഡ് ബ്രേസസ്, അതിനുശേഷം അതിൻ്റെ എലമെന്റ്സ്. സോ ഫസ്റ്റ് ഈസ് ഡാറ്റ. ഹിയർ ഇറ്റ്സ് ഇൻറ്റീജർ ആയിട്ടുള്ള ഡാറ്റയാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. ക്യാരക്ടർ സ്റ്റോർ ചെയ്യാം, ഇനി ഡാറ്റ ടൈപ്സ് സ്റ്റോർ ചെയ്യാം. സോ ദാറ്റ് ഈസ് വൺ ഡാറ്റ ആൻഡ് ഐ ഹാവ് അനദർ ഡാറ്റ ദാറ്റ് ഈസ് എ പോയിന്റർ. ആ പോയിന്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു നോഡിനെയാണ് പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതേപോലെയുള്ള ഒരു നോഡിന്റെ അഡ്രസ് ആയതുകൊണ്ട് ആ നോഡിന്റെ ടൈപ്പ് പറയാൻ നമുക്ക് ഡാറ്റ ടൈപ്പ് എന്താന്ന് പറയുകയാണെങ്കിൽ ഈ സ്ട്രക്ട് നോഡ് ആയതുകൊണ്ട് നമ്മളിവിടെ ഡാറ്റ ടൈപ്പിന്റെ സ്ഥലത്ത് സ്ട്രക്ട് നോഡ് എന്ന് യൂസ് ചെയ്തു. ദാറ്റ് ഈസ് സ്ട്രക്ട് നോഡ്. അതായത് ഈ ലിങ്ക് എന്ന് പറയുന്ന പോയിന്ററിന്റെ ടൈപ്പ് സ്ട്രക്ട് നോഡ് എന്ന് പറയുന്ന നോഡിനെ പോയിന്റ് ചെയ്യുന്ന ഒരു പോയിന്ററാണ്. സോ ഡാറ്റ ടൈപ്പ് ഈസ് സ്ട്രക്ട് നോഡ്. അത് പോയിന്റർ ആണെന്ന് അറിയാൻ വേണ്ടി വി യൂസ് ആസ്ട്രിക് സിമ്പിൾ. സോ സ്ട്രക്ട് നോഡ് ആസ്ട്രിക് ലിങ്ക് മീൻസ് ഇറ്റ് ഈസ് എ പോയിന്റർ. ആസ്ട്രിക് സൈൻ നമുക്കറിയാം പോയിന്ററിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഇറ്റ്സ് എ പോയിന്റർ. അത് എന്ത് തരത്തിലുള്ള പോയിന്ററാണ്? ഏത് ഡാറ്റനെ പോയിന്റ് ചെയ്യുന്ന പോയിന്ററാണ്? ഇറ്റ് ഈസ് എ പോയിന്റർ വിച്ച് പോയിന്റ്സ് എ സ്ട്രക്ട് നോഡ്. ഒരു സ്ട്രക്ട് നോഡിനെ പോയിന്റ് ചെയ്യുന്ന പോയിന്ററാണ്. ദിസ് ഈസ് ദ പ്രോഗ്രാമിംഗ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ നോഡ്. ഇങ്ങനെയാണ് ഒരു നോഡ് റെപ്രസെന്റ് ചെയ്യുന്നത് പ്രോഗ്രാമിൽ. അതിനുശേഷം സ്ട്രക്ചർ സിൻടാക്സ് നമുക്കറിയാം, ബ്രേസസ് ദെൻ സെമിക്കോളൻ. നമ്മൾ നേരത്തെ പഠിച്ചത് ഒരു നോഡിന്റെ സ്ട്രക്ചർ ആയിരുന്നു. ഇനി അങ്ങനെ ഒരു നോഡിന്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്താണ് നമ്മൾ ആ നോഡിനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു മോഡൽ വെച്ചിട്ടൊരു നോഡ് ഉണ്ടാക്കി. സോ ഒരു ഡൈ അതുണ്ടാക്കി. ഇനി നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ സമയത്ത് നമ്മൾ ആ ഡൈ ഉപയോഗിച്ചിട്ട് വീണ്ടും വീണ്ടും റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സോ അതാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പോൾ ആ മോഡലിൽ തന്നെ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യണം. സോ അതിനുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ സിൻടാക്സ് ആണിത്. ഹിയർ പി ഈസ് എ നെയിം ഓഫ് ന്യൂ നോഡ്. ന്യൂ നോഡിനെ നെയിം പി എന്ന് അസൈൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സ്ട്രക്ട് നോഡ് സ്റ്റാർ. ദാറ്റ് മീൻസ് I'm allocating a memory of type struct node. ഒരു സ്ട്രക്ട് നോഡ് ടൈപ്പിലുള്ള ഒരു മെമ്മറിയാണ് ഞാൻ അലോക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഈ എംഎലോക്ക് എന്ന് പറയുന്നത്. മെമ്മറി അലോക്കേഷൻ യൂസ് ചെയ്യുന്ന കീവേഡാണ് എംഎലോക്ക്. ദിസ് ഡാറ്റ ടൈപ്പ് മീൻസ് ഈ ഒരു ഡാറ്റ ടൈപ്പ് ക്യാരി ചെയ്യുന്ന മെമ്മറി അലോക്കേഷനാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, എംഎലോക്ക്. ദെൻ ബ്രൈസസ് ഓഫ് സൈസ് ഓഫ് സ്ട്രക്ട് നോഡ്. സൈസ് ഓഫ് എന്ന് പറയുന്നത് നമുക്ക് എത്ര സൈസിലുള്ള മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്യണമെന്ന് അറിയണം. സോ ദാറ്റ് ഡിപ്പെൻസ്, വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. സോ ഇവിടെയുള്ള നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള സ്ട്രക്ട് നോഡിന്റെ സൈസ് എത്രയാണെന്ന് നമുക്ക് ഫെച്ച് ചെയ്യാനാണ് സൈസ് ഓഫ് സ്ട്രക്ട് നോഡ് എന്ന് പറയുന്നത്. അപ്പോൾ സൈസ് ഓഫ് സ്ട്രക്ട് നോഡ് എന്ന് പറഞ്ഞാൽ ഈ നോഡിന്റെ സൈസ് അതാണ് റിട്ടേൺ ചെയ്യുക. ആ സൈസിലുള്ള ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ആ മെമ്മറീനെ പി എന്ന് പറയുന്ന പോയിന്റർ പോയിന്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്താ സംഭവം, ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ മെമ്മറിയിലേക്ക് പി എന്ന് പറയുന്ന ഈ പോയിന്റർ പോയിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ ഈ മെമ്മറിയിലേക്ക് ഡാറ്റ അസൈൻ ചെയ്യണം. അപ്പോൾ അത് ചെയ്യാനുള്ള കോഡ് എന്ന് പറയുന്നത് പി ഓഫ് ഡാറ്റ. പി ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ പി എന്ന് പറയുന്ന നോഡിന്റെ ഡാറ്റ എന്ന് പറയുന്ന പാർട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 10. അതിൻ്റെ അർത്ഥം പി ഡാറ്റ എന്ന് പറയുന്ന വാല്യൂലേക്ക് 10 അസൈൻ ചെയ്തു. ഇനി നമുക്കറിയാം ലിങ്ക് എന്ന് പറയുന്ന ഈ പാർട്ട് അടുത്ത നോഡിനെയാണ് പോയിന്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്കിവിടെ ഒറ്റ നോഡേ ഉള്ളൂ. സോ വേറെ നോഡിനെ പോയിന്റ് ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ നൾ എന്ന് പറയുന്ന ഗാർബേജ് വാല്യൂ ഒന്നും സ്റ്റോർ ആവാതിരിക്കാൻ വേണ്ടി നള്ളിന് അസൈൻ ചെയ്തിരിക്കുന്നു. നൾ മീൻസ് ദിസ് ഈസ് പോയിന്റിങ് എ നൾ വാല്യൂ. സോ പി ഡോട്ട് പി ലിങ്ക് ഈക്വൽ ടു നൾ.
ഇനി കൂടുതൽ ഇൻസേർഷൻ സമയത്ത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി മനസ്സിലാവും. ദിസ് ഈസ് എ സ്മോൾ എക്സാമ്പിൾ ഹൗ ടു ക്രിയേറ്റ് എ നോഡ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഓപ്പറേഷൻസ് ഓൺ എ ലിങ്ക് ലിസ്റ്റ് ആണ്. ദർ ആർ 3 ഓപ്പറേഷൻസ് മെയിൻലി: ഇൻസേർഷൻ, ഡിലീഷൻ ആൻഡ് ട്രാവേഴ്സൽ. ഇൻസേർഷൻ നമുക്കറിയാം, ഇൻസേർഷൻ തന്നെ 3 തരത്തിൽ ചെയ്യാനുണ്ട്. വി ഹാവ് ടു ഇൻസേർട്ട് എ നോഡ് അറ്റ് ദ ബിഗിനിങ്, ആൻഡ് ഇൻസേർട്ട് എ നോഡ് അറ്റ് ദ ലാസ്റ്റ്, ആൻഡ് ഇൻസേർട്ട് എ നോഡ് അറ്റ് എനി പൊസിഷൻ. ഏതൊരു റാൻഡം പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് ഡിലീഷൻ പെർഫോം ചെയ്യാനുണ്ട്. ഡിലീറ്റ് എ നോഡ് ഫ്രം ദ ബിഗിനിങ്, delete a node at the last, and delete at any position. And the third operation is traversal. Traversal means we have to visit all nodes, or we have to display all nodes. ആ ഒരു ഓപ്പറേഷനാണ് ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. ഫുൾ ലിങ്ക് ലിസ്റ്റ് വിസിറ്റ് ചെയ്ത് 1 by 1 നോഡിന് വാല്യൂ പ്രിന്റ് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് ട്രാവേഴ്സൽ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് എ ലിങ്ക് ലിസ്റ്റ്. നമുക്കിനി മെയിൻലി പഠിക്കാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിങ്ക് ലിസ്റ്റുകളാണ്. സിംഗിൾ ലിങ്ക് ലിസ്റ്റ്, ഡബിൾ ലിങ്ക് ലിസ്റ്റ്, സർക്കുലർ ലിങ്ക് ലിസ്റ്റ്, സർക്കുലർ ഡബിൾ ലിങ്ക് ലിസ്റ്റ്. 3 ടൈപ്സ് ലിങ്ക് ലിസ്റ്റ് ഉണ്ട്. ഓരോന്നും ഇനി അടുത്ത ലെക്ചേഴ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.